ഹായ് ഗൈസ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ? ഇഷ്ടപ്പെട്ടാ? നമ്മളെ ബൈക്കിലെല്ലാം പോയിട്ട് യാത്ര ചെയ്ത് വരുന്നത് ഗോപ്രോ മിസ്സായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തിരിച്ചു കിട്ടി. യെസ്, നമ്മൾ 1.5 മണിക്കൂർ തിരിച്ചു ഓടിച്ചു പോയി. ആ ഗോപ്രോ ആടി ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഇത് കിട്ടി കേട്ടാ. പിന്നില്ലേ, നമ്മൾ ഇപ്രാവശ്യം ശ്രീതി ഈ ആഴ്ച ഇതിപ്പോ ഇന്ന് തിങ്കളാഴ്ച അല്ലേ, ഇത് കാണുന്നത് ട്യൂസ്ഡേ ആയിരിക്കും. നമ്മൾ ഈ ആഴ്ചത്തെ ഒരു ലിസ്റ്റ് ആക്കും ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ. എന്നിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ബിസി ഷെഡ്യൂൾ ആണ് അറിയാം, പക്ഷെ എന്നാലും ഫസ്റ്റ് വൺ നമ്മുടെ പ്രോഗ്രാമില്ലേ, സ്ട്രക്ചർ അത് ഫിനിഷ് ചെയ്യണം കേട്ടാ. ഒന്ന് രണ്ടാമത്തെ ഞാനിപ്പോ എന്തോ ചെയ്യുന്നില്ല, അല്ല ഞാനത് തെറ്റിട്ട് മായ്ച്ചറിഞ്ഞ ജിമ്മ് എല്ലാ ദിവസവും, അല്ല എല്ലാ ദിവസമല്ല, 6 ദിവസം, സൺഡേ ഓഫ് ഡേ. പിന്നെ ബൈക്ക് രജിസ്ട്രേഷൻ ചെയ്താ ഇല്ല, അത് പിന്നെ കോർട്ട് പോണെന്നല്ല പറയുന്നത്. കോർട്ടില 2 വർഷമായിട്ട് രജിസ്റ്റർ ചെയ്യാത്തോണ്ട് സീനായി. അത് കുറച്ച് ചെറുങ്ങനെ നമ്മളിവിടെ ഇല്ലായിരുന്നു, വർക്കിലായിരുന്നു, ഓടിച്ചിട്ടില്ല, അങ്ങനൊന്നും പറയേണ്ടി വരും. ബൈക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കണം. പിന്നില്ലേ ഒരു ഫുൾ ബുക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യണം. പിന്നെ നമ്മൾ എത്ര ഒരു ദിവസം 2 റീലല്ലേ വെച്ചിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ, എൻ്റെ അക്കൗണ്ടിൽ. അന്നേരം 7 ദിവസത്തിൽ 14 റീൽ. ബ്ലോഗ് ഡെയിലി. പിന്നെ 3 ദിവസം ബോക്സിങ്. ബ്രോ, ഇത് ടൈറ്റ് ഷെഡ്യൂളാട്ടാ. കാരണം എനിക്കിപ്പോൾ ജോലി കഴിഞ്ഞ് ഞാനിപ്പോൾ എത്തിയുള്ളൂ. ഇപ്പോൾ സമയം എത്രയായി അറിയാം? ഞാൻ 6:00 അവിടെ എത്തിയത്. ഇപ്പോൾ 6:50. ഞാൻ ഫുഡ് കഴിച്ചു, ഡ്രസ്സ് ഇട്ടു. ഇനിയും നമ്മൾ ഇവിടെ പോകണം, ബോക്സിങ്ങിന് പോകണം കേട്ടോ. മൺഡേ, വെൻസ്ഡേ, ഫ്രൈഡേ ബോക്സിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ നോക്കാം. പറഞ്ഞില്ലല്ലോ ഒന്നും കൊണ്ടാ. ഉണ്ട് ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട് 30 മിനിറ്റ് ആയിട്ട്. നീ 1/2 മണിക്കൂറായിട്ട് ഡീപ്പ് ഉറക്കത്തിലല്ലേ ഞാൻ വിളിച്ചേ. പിന്നെ വൈറ്റ്സോണിന്റെ റീല്, ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഇത്രയും കാര്യങ്ങൾ. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം ബിൽഡ് ചെയ്യില്ലെന്ന് അപ്പോൾ അതിന് പറ്റിയൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം കേട്ടോ. അതായത് ലൈഫിൽ വേണ്ട കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിപ്പിക്കുക. ബിസിനസ് ബിൽഡ് ചെയ്യുന്നതും ഫൈനാൻസും പിന്നെ ഓവറോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മളതിൽ ചെയ്യുക. അങ്ങനത്തെ ഒരു പ്രോഗ്രാമോ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണേ. നമുക്ക് അധികം ലേറ്റ് ആക്കണ്ട, ബോക്സിങ്ങിന് പോവാം. ഓക്കെ, ഫുള്ള് ട്രാഫിക്. ഇപ്പോൾ സമയം ഉണ്ടോ? 7:02. 8 മണിക്ക് അവരടക്കും ബോക്സിങ്ങിൻ്റെ ജിമ്മ്, അവരടച്ചിട്ട് പോകും. അപ്പോൾ ആ 1 മണിക്കൂർ ഗ്യാപ്പ് എനിക്ക് പഠിക്കണമെന്നുണ്ട്. എനിക്ക് പകുതിക്ക് നിർത്തുന്നത് ഇഷ്ടമല്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. രാവിലെ ഞാനും അഭിയത്തും കൂടി ജിമ്മിൽ പോയി, 4:00 ജിമ്മിൽ പോയി, 5:15 വരെ ചെയ്ത് 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോയി. ഇപ്പം പിന്നെ ബോക്സിങ്. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചല്ലേ, കുറേ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് ഈ വർക്ക് എന്ന് പറയുന്നതല്ലാണ്ട് അതും കൂടി കാണിക്കണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊരു ഡിസിപ്ലിൻ വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അവർ ഈ വ്ളോഗെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അവരും കൂടി ഓക്കെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഓരോന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവർ ചെയ്യാനും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കാണിക്കാം. ബോക്സിങ്ങിന് പോകുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ പൂളൊന്നും ഉണ്ടാവില്ല, ആരും വോട്ടും ചെയ്തിട്ടില്ല. ഫുട്ബോൾ കളിക്കാൻ റെഡിയാണ്. അവരെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഇല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് ചില്ല് ചെയ്യാം. കുറച്ച് പണിയുണ്ട്, വന്നിട്ട് ചെയ്യാൻ കേട്ടാ. നല്ല ഇയാളണ്ടാ, ഇയാൾ എന്തിനാ ബൈക്ക് എടുത്തതെന്ന് എനിക്കറിയില്ല. ഈ ട്രാഫിക്കിലെല്ലാം നിർത്തിയിട്ട് അയാൾ പോകുന്നു. പിന്നെ 2 മണിക്കൂറായി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിയാണ്ട് പോകുന്നു. മനുഷ്യൻ ഒരു ഫാമിലി മാൻ ആയിരിക്കും അത്. നമ്മളും ആ ഒരു പ്രായമാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവും. മെല്ലെ വണ്ടി ഓടിച്ച് ഇൻഡിക്കേറ്ററിൽ 1 മണിക്കൂർ നേരത്തെ ഇട്ട് വെച്ചിട്ട് കൈ കൊണ്ടല്ലോ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പോകും മെല്ലെ. പ്രോപ്പർ വേ. അതാ ശരി. അത് പക്ഷേ ഇപ്പൊ പ്രായത്തിന്റെ തിളപ്പല്ലേ, സ്പീഡ് കൂട്ടും, സീറ്റ് ഇടൂല, അങ്ങനത്തെ പരിപാടി. വർക്കൗട്ട് ഡൺ. നല്ല വേർപ്പ്.
ബ്രോ എടി ഇതിന്റെ ഇത് ഓഫായി ചെയ്തിരുന്നു. അതാ സമയം കാണിച്ചു കൊടുക്ക്. 8 മണി 7:58, 8 മണിയായി. നമ്മളവിടെ എത്തുമ്പോ തന്നെ 7:15. പക്ഷെ ചെയ്തു ഒരു 3/4 മണിക്കൂർ. ഓ ഇന്ന് ശരിക്കും ഏൽപ്പിച്ചു. ഇന്ന് കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോ, അതുകൊണ്ടാ കുറച്ച് വൈകിയ. പിന്നെ ഇന്ന് ശരിക്കും ചെയ്യിപ്പിച്ചു എന്നല്ല പറയുമ്പോ കണ്ടിന്യൂ. നമ്മള് പക്ഷെ വരുന്നതിന് മുന്നേ അവരെ കൊണ്ട് വേറെ എന്തെല്ലോ ചെയ്യിപ്പിച്ചു. നമ്മൾ വന്നപ്പോ ജസ്റ്റ് ബാഗിൽ ഇടിച്ച് കുറച്ചു നേരം പഠിച്ച് പിന്നെ ഓടിപ്പിച്ച് 4 റൗണ്ട് ഓടിപ്പിച്ച്. അത് എനിക്ക് തോന്നുന്നു 1 മൈലാന്ന് തോന്നുന്നു. ഒരു മൈൽ 4 റൗണ്ട് ഓടിപ്പിച്ച് അത് സെറ്റായി. എന്റെ അമ്മോ ബ്രോ ഇനിയിപ്പോ 8 മണി. ഇന്ന് പൂളിൽ പോകാൻ പറ്റില്ല ആക്ച്വലി. തിങ്കളാഴ്ച പൂള് ക്ലോസ്ഡ് ആണ്. നമുക്ക് അവരെല്ലാം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചേരം ഫുട്ബോൾ കളിക്കാം. ടയർഡാണ് ഞാൻ, പക്ഷെ ഇതുവരെ ഫുട്ബോൾ കളിക്കുന്ന വ്ളോഗ് കിട്ടിയിട്ടല്ലേ. നമുക്ക് ഈ വ്ളോഗ് തുടങ്ങി പിന്നെ ഇല്ല നമുക്ക് എന്തായാലും അജയന്റെ അടുത്ത് പോയി നോക്കാം. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. നമുക്ക് നോക്കാം അവിടെ എല്ലാവരും ഉണ്ടോ, എന്താണ് അവസ്ഥ, എല്ലാവരും മൂഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടാ. പോയി നോക്കാം. അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. ഉഷാറല്ലേ? പിന്നില്ലേ വേറെ കാര്യമുണ്ട്. നമ്മുടെ ഓണപ്പരിപാടി അടുത്ത് വരെയാണ്. അടുത്ത മാസമാണ് ഓഗസ്റ്റില്. പക്ഷെ ഒരു കൃത്യം ഏകദേശം 1 മാസം കൂടി ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി നമ്മളെ ഗ്യാങ് എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഇനി അടുത്ത് തന്നെ തുടങ്ങും. അഭിജിത്താണ് നമ്മളെ കൊറിയോഗ്രാഫി. അവരെല്ലാം ശ്രീഹരി ഉണ്ട്, ഞാനുണ്ട്, പ്രസിഡാന്റുണ്ട്, അജുവേട്ടനുണ്ട്, പിന്നെ ഋഷോൺ, അഭിജിത്ത് എല്ലാവരും പൊളിക്കുന്നു കേട്ടാ. നൈസാക്കാം നമുക്ക്. ബേട്ടോൺ പാലത്തിന്റെ ഒരു പ്രത്യേകത എന്താ പറയാ, ബേട്ടോണിലില്ല. നമ്മുടെ VS അച്യുതാനന്ദൻ മരിച്ചുപോയില്ലേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ അജയന്റെ വീട്ടിൽ പോകാത്ത, നീയല്ലേ ഇപ്പം പറഞ്ഞ അജയന്റെ വീട്ടിൽ പോകുന്നല്ലേ. അജയനെ വിളിച്ചു. അപ്പോഴേക്കും അജയും അജുവാടിനും എല്ലാവരും കൂടി ജിമ്മിൽ പോയിട്ടുള്ളത്. ഇപ്പം പോയതില്ല. ഇനി അവർ കുറേ നേരം എടുക്കും ജിമ്മ് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് വരും. അപ്പോഴേക്കും രാത്രിയോ. ഇന്ന് പിന്നെ പൂളില്ല, ആരുമില്ലല്ലോ, വിഷയമൊന്നുമില്ല. നമുക്ക് ഉണ്ടാ പേടി. നമുക്ക് കുറച്ച് എന്തായാലും പണിയുണ്ട് വേറെ. ബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നൊരു സമാധാനം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോന്ന് ചെയ്ത് തീർത്തിട്ട് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവോ? ചിലവർ നല്ലോണം ചെയ്യുന്നുണ്ട്. ചിലവർ നമ്മളെ കണ്ടിട്ട് 75 ഹാർഡ് തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് മെസ്സേജ് 75 ഹാർഡ് തുടങ്ങി വെച്ചാൽ ഒരു വട്ടം ഫെയിലായി, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ശ്രമിക്കുന്നുണ്ട്. അത് മതി. പക്ഷെ കുറേ ആൾക്കാർ ലേസിയാണ്. ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ സമയം കളയുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. കണ്ടന്റിന്റെ അപ്പുറം ഒരു കണ്ടന്റ് കഴിഞ്ഞ് അടുത്ത കണ്ടന്റ് കഴിഞ്ഞ് അങ്ങനെ കണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്ക് തപ്പ്. നിങ്ങളെ പൊട്ടൻഷ്യലാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു പീക്ക് എനർജി ഇല്ലേ, അതാണ് നിങ്ങളിങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്. കുറേ നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ 20s എല്ലാം ഞാൻ വേസ്റ്റ് ചെയ്തു, എൻ്റെ മുന്നേ ഞാൻ വേസ്റ്റ് ചെയ്തു. കുറച്ച് പ്രൊഡക്റ്റീവ് ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് അടിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇപ്പം ചെയ്യുന്നത്. ഓക്കെ വരൂ. ഇതാരാന്നറിയാ? ഇതാണ് അമ്മ, നമ്മളെ അമ്മ. കിടിലം പോലത്തെ പാർക്കിങ്. പണ്ടെല്ലാം നേരെ ഇടാൻ പറഞ്ഞ ചെരിച്ചിടുന്ന ആളായിരുന്നു. ഇപ്പൊ എക്സ്പേർട്ടായി അമ്മ. ഊബർ. എവിടെ പോയിനി? ഓണത്തിന്റെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യാം. ഇപ്പളേ തുടങ്ങിയല്ലേ? അമ്മ നാട്ടിൽ നിന്ന് പഠിച്ചോണ്ട് ചെരുപ്പെല്ലാം പിടിച്ചിട്ടാണ് വണ്ടി ഓടിക്കല്. അത് ശീലായി. നാട്ടിൽ നിന്ന് പഠിച്ചോണ്ട് ചെരുപ്പ് കുടുങ്ങിപ്പോയെങ്കിലോ അല്ലെ? പേടിയല്ലത്. ചെരുപ്പ് കുടുങ്ങുന്നല്ല, നമുക്ക് കംഫർട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഓടിക്കുന്ന. നാളെ അയ്യോ നാട്ടിൽ നിൽക്കുവാ. ഞാൻ നടക്കാൻ പോകുന്നില്ലടാ, ഞാൻ യോഗ ചെയ്യുന്നുണ്ട്. തടി കുറയുന്നില്ലെന്നില്ലോ, അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. ഓക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അമ്മയും പ്രൊഡക്റ്റീവാണ്. പക്ഷെ തടി ഫുഡ് കൺട്രോൾ ഈസ് അൾട്ടിമേറ്റ്. ഫുഡ് ഇപ്പം കഴിക്കില്ല. അങ്ങനെ 10 വരെ ഫുഡ് കഴിക്കാണ്ട് പിന്നെ അവരെ കഴിക്കില്ല. ചോറ് നമുക്ക് ഭയങ്കര വീക്ക്നെസ്. ചോറും ചായ കുടിക്കുന്നില്ല ഇപ്പം. അതെല്ലാം വേണ്ട. ചായ അമ്മ നാട്ടിൽ പോയാലേ കുടിക്കല്ലോ അങ്ങനെ എല്ലാ ദിവസവും. ചായ ഇപ്പം എനിക്ക് ഇഷ്ടമാണ് ചായ, പക്ഷെ ചായ കുടിക്കുന്നില്ല. ഞാൻ കുറച്ച് കുറക്കാൻ വേണ്ടി പഞ്ചസാര കട്ട് ചെയ്ത്. പഞ്ചസാര ഡേഞ്ചറസ് ആണ്. വിഷം തിന്നുന്ന പോലെ. പക്ഷെ ചില ദിവസം എനിക്കൊരു മൂടായിട്ട് തോന്നിയാൽ ഞാനൊരു ചായ കുടിക്കും. അമ്മ പൂക്കി എഡിറ്റ്സ്.
ഞാൻ ഡോഡ്ജ് പുതിയ കാലഘട്ടത്തിന്റെ ഓരോ സാധനല്ലേ. വണ്ടി പൂക്കിയെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ അറിയില്ല, വെറുതെ കേട്ടിട്ട് പറയുന്നത്. പൂക്കി എന്ന് പറയുന്നത് ഡോഡ്ജ് എടുത്തിട്ട് ഞാൻ ഒരു രസം പറന്നു പോവാ. അപ്പൊ അമ്മേ ലാലേട്ടൻ വരുന്നുണ്ടേ നമ്മളെ ഹ്യൂസ്റ്റണില്. വീട്ടിലേക്ക് ചായക്ക് ഹ്യൂസ്റ്റണില് കാര്യമായിട്ട് വരുന്നുണ്ട്. അല്ല മറ്റേ സുജിത് ഭക്തൻ ഇവിടെ അമേരിക്കയിലുണ്ടെന്ന് ആരല്ലോ പറഞ്ഞിട്ടുണ്ട്. അതെയാ? നീ കണ്ടില്ല? അല്ല എനിക്കറിയില്ല, വരുന്നുണ്ട് തോന്നുന്നു, ഞാൻ കണ്ടു. അതെ ഫോൺ സ്റ്റക്കായി പോയി. എനിക്ക് തോന്നുന്നു സ്റ്റോറേജ് മാറി വണ്ടി. എനിക്ക് സ്റ്റോറേജ് വാങ്ങി തരുവാ? സ്റ്റോറേജ് മറ്റേ ഐക്ലോഡിന്റെ സ്റ്റോറേജ്. ആ അത് എനിക്ക് ആവശ്യമുണ്ട്. നാട്ടിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ കുറെ വീഡിയോ എടുക്കണ്ടല്ലേ. പക്ഷേ ഇതിപ്പോ ഈ ഫോൺ മേടിക്കുമ്പോ തന്നെ വലിയ സ്റ്റോറേജിൽ മേടിക്കാറുന്നല്ലേ? നല്ല റേറ്റ് ആണ്. അങ്ങനല്ല, അത് അങ്ങനെ വാങ്ങാം. ഐക്ലോഡിന്റെ സ്റ്റോറേജ് വാങ്ങിയാൽ മതി മാസം മാസം. ഒരു ടെഗബൈറ്റിന്റെ സ്റ്റോറേജ് മേടിച്ചല്ലേ കിട്ടില്ല പോലെ ഫോൺ. അത് അൾട്ടിമേറ്റ്. നമുക്ക് പട്ടിന്ന് വെച്ചാൽ പേടിയാ. നമുക്ക് പണ്ടൊരു പട്ടീന്റെ എന്നൊരു വ്ലോഗ് ഉണ്ടായി ഇല്ലല്ലേ? സാറ വ്ലോഗ് ഉണ്ടായില്ല, ഒരു വീഡിയോ പോലും അതിനെപ്പറ്റി എടുത്തിട്ട്. ചെറിയൊരു പട്ടീനെ വാങ്ങിയിരുന്നേ, ഇത്രയുള്ള ചെറിയ പട്ടി. ആ പട്ടീനെ കൊണ്ടുവന്ന് അത് വലുതാകുമ്പോ നമുക്ക് പേടിയായി, പിന്നെ അതിനെ കൊടുത്തു. പട്ടീനെ കണ്ട നല്ല പട്ടിയാണല്ലോ, വലിയ പട്ടിയല്ലേ? ഫാമിലി പട്ടിയത്. അത് മറ്റേ അധികം മറ്റേ അഗ്രസീവ് പട്ടിയല്ല. മെസ്സിന്റെ പട്ടി കണ്ടിട്ടുണ്ട്. അറിഞ്ഞിട്ടേയില്ല. ഞാൻ നടന്നു വരുമ്പോ ഇത് മിണ്ടാതെ എന്റെ പുറകിലെ ഇടമില്ലത്. വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ജീവനും കൊണ്ടോരോട്ടം. ആ അമ്മന്റെ ബാക്കിലത് ഒന്നും ചെയ്യൂല അത്. പക്ഷെ ഈ പട്ടിയാ? പട്ടി അപ്പുറത്തെ വീട്ടിലെ പട്ടിയത്. ആ വീട്ടിലെ വലിയ പട്ടി ചെറുതാ? വലിയ പട്ടി കുഞ്ഞു പട്ടിയെ വരുന്നല്ലോ ഇപ്പൊ മേടിച്ചത്. ആ വലിയ പട്ടി അത് വെറുതെ സ്നേഹിക്കാൻ വേണ്ടി വരുന്നതാണ്. രക്ഷപ്പെട്ടത് ഭാഗ്യം. അതെ. അച്ഛാ പറയൂ. എന്തല്ല സുഖല്ലേ? സുഖം തന്നെ. കണ്ടില്ലേ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കത്തുകളൊക്കെ ഇങ്ങനെ 1.5 മാസമായി കെട്ടിക്കിടക്കുന്നു. ആരും നോക്കിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി. ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ പൊട്ടിച്ചിട്ട് വെക്കുന്നതാണ്. ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക്. ഈ പ്രാവശ്യം ലെറ്റർ ഞാൻ ഇതിന്റെ ഒരു മണിക്കൂറായി കുത്തിയിരുന്ന് ഓരോന്ന് പൊട്ടിച്ച് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പൊട്ടിച്ചു അല്ല, ഇത് 1.5 മാസത്തിന്റെ ഉണ്ട്. എന്തുകൊണ്ടല്ല നോക്കാത്തത്? ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ? കഴിഞ്ഞ ആഴ്ചത്തത് ആ തുണിയിൽ വെച്ചിട്ട് ആളെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനിടെ ക്ലീൻ ചെയ്യുമ്പോ പിന്നെ ഞാനത് മറന്നുപോയി. അച്ഛനെ പിന്നെ അച്യുതാനന്ദൻ മരിച്ചതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? 2 വാക്ക്. പ്രിയപ്പെട്ട ജനനേതാവ്, പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചുപോയി. അതിന്റെ വിഷമം. ഇന്നത് കൊണ്ട് ഒരു 3 മണിക്കൂർ ടെൻഷൻ അടിച്ചിട്ടല്ലേ? ഒരു 3 മണിക്കൂർ ഒറ്റ ഉറക്കം. ഉച്ചക്ക് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി വരുമ്പോ 2 ഉറക്കം. ഞാനും ഉറങ്ങി. ഞാനും ഉറങ്ങി. എനിക്ക് ടെൻഷൻ നടക്കേണ്ട ഒരു സഹാവ് മരിച്ചു വിഷമം തീർച്ചയായിട്ടും സങ്കടമുണ്ട്. അല്ല പക്ഷെ വേറെ 101 വയസ്സായി. വേറൊരു കാര്യമുണ്ട്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന 100 പൂക്കളായി വീക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതി. 1000 ചോര കൊണ്ടെഴുതി വെച്ച വാക്കുലാൽ സലാം. അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ അല്ലാതെ നമ്മള് ജസ്റ്റ് ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ അല്ലേ? അതൊരു നമ്മളെ നാടിന് വേണ്ടി കുറെ നാൾ ഫൈറ്റ് ചെയ്ത ആളല്ലേ. ജയിലിൽ കിടന്ന ഒരു നല്ലൊരു മനുഷ്യനല്ല, അതുകൊണ്ട് പറഞ്ഞതാ. പാർട്ടിയൊന്നും അങ്ങനെയില്ല. കൊന്ന് ജയിലിൽ വെച്ചിട്ട് പിന്നെ മർദ്ദിച്ച് മരിച്ചു എന്ന് വെച്ചിട്ട് കാട്ടിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോയെടുത്താണ്. പിന്നെ ഒരു ചെറിയ അനക്കം കണ്ടിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ശേഷം ഭയങ്കര സംഭവം. അതുപോലെ ഉമ്മൻചാണ്ടി മരിച്ച പിന്നെ എല്ലാവരും നല്ല പറയാൻ തുടങ്ങി. അതുവരെ അല്ലേ എല്ലാവരും നല്ല മനുഷ്യന്മാരാണേ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല. നാട്ടിൽ ഒരുപാട് സംഭവം. പിന്നെ ഇന്ന് പാർട്ടി ഒന്നില്ല. നമ്മുടെ നാടിന് വേണ്ടി കുറെ നല്ലത് ചെയ്യാൻ ശ്രമിച്ച ആൾക്കാരാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തികളാണ്. അതുകൊണ്ട് അവരെ ഫൈറ്റ് ചെയ്ത ആൾക്കാരല്ല. പാർട്ടി ആശയം വിശ്വാസം എല്ലാവരും മനസ്സിലുണ്ടാവും. പക്ഷെ എന്നാലും നല്ല ചെയ്തവരെ അംഗീകരിക്കുകയും ചെയ്യാം. ഇവിടെ നമ്മളെ ഏത് പാർട്ടി നല്ല ചെയ്താലും അംഗീകരിക്കണം. അല്ലേ? ഐസ്ക്രീം ഉണ്ട് ഫ്രീസറിൽ. എന്താ ഐസ്ക്രീം ഉണ്ടാ? എടാ പക്ഷേ എടുക്ക ഞാൻ കഴിക്കാം. അതങ്ങല്ല, ഷുഗറാണ്. ഞാനിപ്പോൾ അമ്മയോട് ഷുഗർ ഡേഞ്ചറാന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം ഒന്നും ശരിയല്ല. പക്ഷേ എൻ്റെ ബോഡി നല്ലോണം അനങ്ങുന്നുണ്ട്. ജസ്റ്റിഫൈ ചെയ്യാല്ലേ നമുക്ക് കുറച്ച്. എന്താ വെച്ചാ ഞാൻ ആകെ കഴിക്കുന്ന ഷുഗർ ഈ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ സോഡ കുടിക്കില്ല, അങ്ങനത്തെ ഒന്നും ഒരു പരിപാടി ഞാൻ ചെയ്യില്ല.
നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം ഗൈസ്. വീട്ടിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കേ. വീട്ടിൽ ഐസ്ക്രീം ഇല്ലേ പറ്റില്ലേ, എടുത്ത് കഴിക്കട്ടാ, ഒരു രസമല്ലേ ഇതെല്ലാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. കാണിച്ചേ. എന്താ അത്? ഐസ്ക്രീം മറ്റേ ഇത് വരും, ഊക്ക് കോൺ, വൈറ്റ് സോൺ കോൺ. എത്രയാ പിള്ളേർ എഡിറ്റ് ചെയ്തിരുന്നല്ലേ. അഗ്നിലും പറയാ ചിലത് കണ്ട് ചിരി എടുക്കട്ടാ. നിങ്ങൾ എഡിറ്റേഴ്സ് ആണെങ്കിൽ ക്ലിപ്സ് ഞാൻ കണ്ടതെല്ലാം റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്. ടാഗ് ചെയ്താൽ മതി, നമ്മൾ റീപോസ്റ്റ് ചെയ്യാം. ഞാൻ ജോലി തിരക്കേണ്ടവർക്ക് ചിലത് മിസ്സാവും, പക്ഷെ ഇവനെല്ലാം കാണുന്നുണ്ട്. ഞാൻ എന്നെ അയച്ചു കൊടുക്കില്ല ഇടയ്ക്ക്. ഇവൻ രാവിലെ തൊട്ട് കഴിഞ്ഞാൽ കണ്ടന്റ് കണ്ടിരിക്കല പണി. പിന്നെ ഇത് വെട്ടനെല്ലാം എഡിറ്റ് ചെയ്ത് ഊക്കോർ മതി വേണം, മതി, അധികം ഷുഗർ പറ്റില്ല. ഗൈസ് കുളി കഴിഞ്ഞു. കുളി കഴിഞ്ഞിട്ട് ഞാനിപ്പം ആ ഒരു നമ്മൾ സംഭവം കണ്ടാ 60 സ്ലൈഡായി ഇപ്പം ബ്രോ. ഇൻഡെപ്ത് സാധനം ഇത് വായിച്ചു നോക്കിയാ. അതായത് എല്ലാ മേഖലയും, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള ജോലി, ഫൈനാൻസ്, ഹെൽത്ത്, എല്ലാത്തിനെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ സാധനവും നമ്മൾ ക്ലാരിറ്റി വരുത്തും. ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു റീസൺ നമ്മൾ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പീക്കിന് ഒരാഴ്ചയെല്ലാം ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമായിരിക്കും. ആ ഒരാഴ്ചയെല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മടി പിടിക്കും. അത് സോൾവ് ചെയ്യാനുള്ള പ്രശ്നവും അത് സോൾവ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്ന് ആ ആപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മൾ ആക്ച്വലി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ആൾക്കാർ ഈ ഒരു പ്രോഗ്രാം എടുത്താൽ മാത്രം പോരാ, ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുമ്പോൾ ആൾക്കാർക്ക് മടി വരും. പുതിയൊരു സംഭവമല്ലേ തുടങ്ങുന്നത്, ഒരു അഡ്വഞ്ചർ തുറക്കുമ്പോൾ ആൾക്കാർക്ക് ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, പിന്നെ മടി, അല്ലേ വേണ്ട ഇത് ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു സംഭവം. ആ മടി വരാണ്ടിരിക്കാനുള്ള അവരുടെ ഫ്രണ്ടിലേക്ക് സാധനം എത്തും, ചെയ്തു തീർക്കാനുള്ള സാധനം. നോ വോട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ മെസ്സേജ് വരും, ഇത് നിങ്ങളുടെ ഡ്രീമാണ്, ഇത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയണോ, ഇത് ചെയ്യാൻ ഇനി സമയമില്ലേ, ഒന്ന് ആലോചിച്ച് എന്നാലും പറഞ്ഞിട്ട് അവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സാധനമില്ലേ അതും കൂടി വരും. അന്നേരം അവരിങ്ങനെ ഇത് സ്കിപ്പ് ചെയ്യണ്ട, ഇതും കൂടി ചെയ്യാം. അങ്ങനെ ഒരു 2-3 മാസം അത് യൂസ് ചെയ്താൽ തന്നെ ഒരു ഡിസിപ്ലിൻ വരും. പിന്നെ ആപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഒറ്റക്ക് ബിൽഡ് ചെയ്ത് അങ്ങ് പോയിക്കോളും. പക്ഷെ ആ ഒരു സ്റ്റേജിൽ എത്തിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. ലൈഫ് ചേഞ്ചിങ് ചാനലായിരിക്കും വൈറ്റ് സോൺ എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാനത് ബിൽഡ് ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും നിങ്ങളുടെ ലൈഫിലും ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആയാൽ തന്നെ ഒരു സെറ്റപ്പായി. ഇപ്പൊ ശ്രീയരി ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഡിറ്റിങ്ങിന്റെ, നല്ല കാര്യം. ഇങ്ങനത്തെ നല്ല നല്ല കോഴ്സുകൾ എടുത്ത് പഠിക്കണം. പഠിക്കാണ്ട് ഒരു സംഭവം 3 കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത്. ഒന്ന് എഡിറ്റിങ്, അതിപ്പോ എടുത്തോ. അടുത്ത എടുക്കാൻ പോകുന്നത് AI. അടുത്ത അതെല്ലാവരോടും ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഫ്യൂച്ചർ AI ആണ്. ഒരു 10 വർഷത്തേക്ക് AI നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ചിന്തിക്കാൻ അടുത്ത ഫ്യൂച്ചറിന്റെ കൂടെ പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്നെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഡേ ട്രേഡിങ്, അതിൽ ഫുള്ളായിട്ട് ഇറങ്ങിയാൽ എനിക്ക് അഥവാ അത് വർക്കായാൽ ഫൈനാൻഷ്യലി ഫ്രീ ആയിരിക്കും, പിന്നെ ലൊക്കേഷൻ ഫ്രീഡം എല്ലാം കിട്ടും എനിക്ക്. അതെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഡേ ട്രേഡിങ്ങിൽ ഇറങ്ങുന്ന ആൾക്കാരല്ലേ 99% ആൾക്കാർ ഫെയിൽ ആവുന്ന ആൾക്കാർ. 1% ആൾക്കാർ മാത്രമാണ് ആക്ച്വലി പൈസ ഉണ്ടാക്കുന്നത്. അത് അവരുണ്ടാക്കുന്ന എത്ര നാൾ കൊണ്ട് അറിയാം, 4 to 5 വർഷം കൊണ്ട് അവരുണ്ടാക്കുന്നത്. സമയം എടുക്കും. ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഇമോഷണൽ കൺട്രോൾ, നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ഓൺലൈനിൽ ഇതിപ്പോൾ നല്ല കോഴ്സാണ്, എഡിറ്റിങ്ങിൻ്റെ ഒരു സ്കില്ല് നമുക്ക് പഠിക്കാം. ഇങ്ങനത്തെ കോഴ്സുകൾ അല്ലാത്ത കുറേ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് പൈസ ഉണ്ടാക്കാം, കോടികൾ ഉണ്ടാക്കാം എന്നെല്ലാം പറഞ്ഞ കോഴ്സുകൾ. അതിന്റെ അയൽവക്കത്ത് പോലും വേണ്ട, ഇറങ്ങി ഓടിക്കോ. റിയൽ വേൾഡ് ആൻഡ്രോയിഡിന്റെ പരിപാടി അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ആൻഡ്രോയിഡിന്റെ പരിപാടി ആക്ച്വൽ സ്കില്ല് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ കോപ്പി റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ഡ്രോപ്പ് ഷിപ്പിംഗ്, ഇ-കോമേഴ്സ്, ഇതുപോലെ പല പല സാധനങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. നല്ല കോഴ്സാണ്. ഞാൻ എടുത്തിട്ടില്ല ആക്ച്വലി. എനിക്കറിയില്ല, $45 എന്തോ ഉണ്ടായി മാസം, അത്ര ഉണ്ടായിട്ടു ആദ്യം. ഇപ്പം കൂടിയും തോന്നുന്നു മന്ത്ലി. പക്ഷെ സ്കില്ല് പഠിക്കാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോടാ. പക്ഷെ നമ്മളത് മന്ത്ലി ആയിക്കില്ലല്ലോ, വൺ ടൈം പേയ്മെന്റ്. നമ്മള് വൺ ടൈം പേയ്മെന്റ് ഒറ്റ പൈസ കൊടുക്കാം, പിന്നെ നിങ്ങളെല്ലാം പഠിപ്പിച്ചു. എല്ലാം പിള്ളേരല്ലടാ, അവർക്ക് അങ്ങനെ മാസം കൊടുക്കാനുള്ള ഒരു പോക്കറ്റ് മണി ഒന്നും ഇല്ല. ഇവിടുത്തെവരാണ് പാർട്ട് ടൈം ജോലിയെല്ലാം ചെയ്തിട്ടുണ്ടാക്കും. നാട്ടിലവർക്ക് അങ്ങനൊന്നും ഇല്ല, ചെറിയൊരു എമൗണ്ട്. അത് പക്ഷെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറയാം, പുച്ഛം തോന്നുന്നു അതിനോട്. അത് വേണ്ട, മറ്റേ മനസ്സിലായ
കുറച്ചൊരു എമൗണ്ട് ഇട്ട് കയറുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് ഉണ്ടാവും. ഇത് ഞാൻ പൈസ കൊടുത്ത് കയറിയാണ്, എനിക്ക് സീരിയസ് ആണ്, ആ ഒരു സംഭവമില്ലേ. അല്ലാണ്ട് ഇങ്ങനെ മറ്റേ പിഴിഞ്ഞെടുക്കുന്ന പരിപാടി അതില്ല. ജിമ്മിലായാലും ഇപ്പൊ പോകാൻ തോന്നില്ല പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ മാസം ജിമ്മിൽ പൈസ കൊടുക്കുന്നില്ലേ, 800 റുപ്യ അത്ര കൊടുക്കുന്നില്ല നാട്ടില്. എന്നിട്ട് പോകും നമ്മൾ ഓട്ടാൻ. എന്നിട്ട് പോകാത്തവരുണ്ട്, അത് വേറെ കാര്യം. അത് നമ്മളെ 1% ആൾക്കാരല്ല അത്. ശ്രീഹരി ഫുട്ബോൾ ഒരു കളിക്കാരനായിരുന്നു ഞാൻ. അതെ, ഇപ്പൊ ഒന്നുമില്ല അല്ലേ, അതൊക്കെ പോയി. എന്നാ പിന്നെ നമുക്ക് നിർത്തിക്കൂടെ? എടാ വേറെ എന്താ നമ്മള് നിങ്ങൾക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കുറച്ചായിട്ട് ഇതാ ഇപ്പൊ ഡേ 3 7 ദിവസത്തെ പരിപാടിയായത്. അപ്പം ഓരോന്നോരോന്ന് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതാ ലൊക്കേഷന്റെ കാര്യങ്ങള്, പിന്നെ വീടിന്റെ കാര്യങ്ങള്, ലൈഫ് സ്റ്റൈൽ എങ്ങനത്തെ വേണം, ഫുള്ള് നിങ്ങളെ ലൈഫ് ഒന്ന് ക്ലിയർ ആക്കി എടുത്തു തരും, ഒരു ക്ലാരിറ്റി വരുത്തും. ഒന്ന് ഇരുന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇപ്പൊ എനിക്ക് എന്താ വേണ്ടെന്നറിയാം, ഏത് ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടതെന്നറിയാം, എങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നറിയാം, എങ്ങനെ മനസ്സിലായ എല്ലാത്തിനും കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഈ ഐഡിയ കിട്ടാണ്ടിരിക്കുമ്പോൾ എന്താ പ്രശ്നം അറിയാം, ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. എന്താ ചെയ്യേണ്ടത്, കോഴ്സ് എടുക്കണോ, ബിസിനസ് തുടങ്ങണോ, ഏത് ബിസിനസ് തുടങ്ങണോ, ട്രേഡിങ് പഠിക്കണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണം, ഫുൾ കൺഫ്യൂഷൻ. അത് മാത്രമല്ല ദേഷ്യം വരും ഇവർക്ക്. ഒന്നും എൻ്റെ ലൈഫിലാവുന്നില്ല, ദേഷ്യം വരും, ഫ്രസ്ട്രേഷൻ ആവും. വിഷയമാണത്. ഓക്കെ, ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ടല്ലേ? അത് ഞാൻ തുപ്പിയതാ. ഞാൻ പാടലടാ. ഇതില്ലേ വേറെ നിങ്ങൾക്ക് പറയാനില്ല. ചെറിയൊരു വീഡിയോ ആണ്, എനിക്കറിയാം. വേറെ ഒന്നുമില്ലല്ലോ. നമ്മൾ ഇന്ന് ഇപ്പോൾ പിന്നെ ഫുട്ബോൾ കളിക്കാനൊന്നും പോയിട്ടില്ല. നാളെ പൂള് ചിലപ്പോൾ ഉണ്ടാവും, കാരണം നാളെ ട്യൂസ്ഡേ ആണ്. പിന്നെ നിങ്ങൾ ലാഗ് അടുപ്പിക്കുന്നില്ല, അതാണ് നമ്മളെ മെയിൻ. നമ്മൾ ലാഗ് അടുപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് വീഡിയോ ആക്കി. ശരിയായി പറഞ്ഞോ. എന്നാ പിന്നെ നാളെ കാണാം. എല്ലാ ദിവസം കാണുന്നതുകൊണ്ട് വലിയ വിഷയങ്ങളില്ല. ഏത് പിന്നെ പീസ് ഞാൻ പറയാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയി ഫോളോ ചെയ്യും, ശ്രീ.bg. പീസ്.